കമൽ ആ സിനിമ ഡ്രോപ്പ് ചെയ്തു. അതായത് കിൽക്കാമ്പെട്ടിക്ക് വേണ്ടി. അങ്ങനെ കിൽക്കാമ്പെട്ടി സംഭവിച്ചു. ആ സിനിമ തരക്കേടില്ലാതെ ഓടി. ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല. പക്ഷെ ആ സിനിമ ഇന്നത്തെ ജനറേഷന് കൂടുതൽ പേർക്ക് അറിയാവുന്നത് അതിലെ പാട്ട്, പച്ചക്കറി കായത്തട്ടിൽ എന്ന് പറയുന്ന പാട്ട്. പിന്നീട് നമുക്കറിയാം പുതിയ തലമുറ ഒരുപാട് പാടി നടന്ന പാട്ടാണത്. അങ്ങനെയാണ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ സിനിമ അറിയുന്നത്. വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്. ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒക്കെ നല്ല ഉഗ്രൻ കഥാപാത്രമാണ് അതൊക്കെ. നമുക്കറിയാം ജഗദീഷ് ശ്രീകുമാർ എല്ലാ സിനിമയിലും ഉഗ്രനാണ്. പക്ഷെ ഇതിൽ വേറൊരു തരത്തിലാണ് ജഗതി ചെയ്തിട്ടുള്ളത്. അന്ന് ജഗതി ജയറാം കോംബോ, വിറ്റ്നസ് പോലത്തെ സിനിമകളിലൂടെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, കിൽക്കാമ്പെട്ടി എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ഒരു പക്ഷേ ഈ ഷാജി കൈലാസ്, രാജൻ ഗിരിയത്തും വിനു ഗിരിയത്തും ആ സിനിമ ആലോചിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ വേറൊരു കഥയാണ് ആലോചിച്ചിരുന്നെങ്കിൽ, ചിലപ്പോൾ കമൽഹാസൻ കൂട്ടുകെട്ടിൽ ഒരു വലിയൊരു സിനിമ അന്ന് സംഭവിക്കുമായിരുന്നു. ചിലപ്പോൾ നമുക്ക് അന്നേ ചിലപ്പോൾ കമൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ റേഞ്ച് തന്നെ ചിലപ്പോൾ മാറിപ്പോയേനെ. കമലൊന്നും തമിഴിലൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ്, എനിക്ക് തോന്നുന്നു നിറത്തിൻ്റെ തമിഴൊക്കെയാണ് കമൽ ചെയ്തത്. പിന്നീട് മഴയത്ത് മുമ്പേടെ ഹിന്ദി അജയ് ദേവഗനൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവിടെ സക്സസ്ഫുൾ അല്ലായിരുന്നു. അതുകൊണ്ട് കമൽ എന്ന് പറയുന്ന സംവിധായകൻ മലയാളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു സംവിധായകനാണ്. ഒരുപക്ഷെ അന്ന് 90s തുടക്കം കമൽഹാസനെ വെച്ചിട്ട് ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കമലിൻ്റെ റേഞ്ച് തന്നെ മാറിപ്പോയതിന്. കമൽഹാസനെ ചിലപ്പോൾ നമുക്ക് മലയാളത്തിൽ ഒരു ഗംഭീര ഒരു റോള് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കമൽഹാസന് നല്ല ഉഗ്രനായിട്ട് കോമഡി ചെയ്യുന്നതാണ്. നമുക്കറിയാം പഞ്ചാന്തരവും തെന്നാലിയൊക്കെ പോലത്തെ സിനിമകളൊക്കെ ഉഗ്രനായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പറയേണ്ട കാര്യമില്ല, ഉലക നായകൻ തന്നെയാണ്. അപ്പോൾ കിൽക്കാമ്പെട്ടി എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞാൻ അറിഞ്ഞൊരു ഇൻസിഡൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട സീനുകൾ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ഷാജി കൈലാസിൻ്റെ തുടക്കാലത്തെ ഡോക്ടർ പശുപതിയും നീലക്കുറുക്കനും ഈ പറയുന്ന സൗഹൃദവും ഒക്കെ പോലത്തെ ഉള്ള കുറേ സിനിമകളുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാണണം. ഒരു ആക്ഷൻ സംവിധായകൻ മാത്രമല്ല, ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള നല്ലൊരു ഫൺ നിറഞ്ഞ സിനിമകൾ എടുക്കാൻ കഴിവുള്ള ഒരു സംവിധായകൻ കൂടിയാണ് ഷാജി കൈലാസ്.